ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റോസ്. ഇത് രാവിലെയല്ല, രാത്രി ഞാൻ ചോറ് തിളപ്പിച്ച് വെക്കുന്നതാണ്. വീഡിയോയുടെ ഒരു കണ്ടിന്യൂവേഷന് വേണ്ടിയിട്ട് ഞാനിത് അങ്ങ് ചെയ്യാമെന്ന് കരുതി. ഈ ഒരു തെർമൽ കുക്കറിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബ് ഷോർട്സിലും കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ലോങ് വീഡിയോയിലും കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഗ്ലാസ് അരി നിറയെ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു കലത്തിൽ അരി രാത്രി തിളപ്പിച്ച് വെക്കുന്നത്. രാവിലെ ഞാനത് വീണ്ടും തിളപ്പിക്കാറൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെയല്ല, ഇനി ഇൻ ഫ്യൂച്ചർ നൈറ്റിലേക്കും കൂടെ കുറച്ച് ചോറ് വേണമെന്നൊക്കെ തോന്നുമ്പോൾ ചിലപ്പോൾ ഞാൻ രാവിലെയും കൂടെ ഒന്നുകൂടെ തിളപ്പിക്കും. ഇതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണി എളുപ്പമാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ രാവിലെയും വീണ്ടും തിളപ്പിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു അഡീഷണൽ ജോലിയാണ്. രാവിലെ എനിക്ക് ഈ 4 ബർണറും ഫ്രീ ആയിട്ടിരിക്കണം. നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞതുപോലെ ഇനി നമുക്ക് പറന്ന് കുക്ക് ചെയ്യണ്ടേ, അതിന് ഈ 4 ബർണറും രാവിലെ ഫ്രീ ആയിട്ടിരിക്കണം. അപ്പോൾ ഈ ഒരു സംഭവം രാവിലെ നമ്മളിനി എടുക്കുന്നില്ല. ഞാൻ അടച്ചിടാൻ നേരത്ത് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യുന്നുള്ളൂ. അതത്രയും ചെയ്ത് വെച്ചിട്ട് പോയി കിടന്നുറങ്ങാം. ചോറ് തിളപ്പിക്കുന്നതിന് മുൻപേ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അമ്മയായിട്ടിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ ആയിട്ട് ഞാൻ പച്ചക്കറികളും പിന്നെ വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് രാവിലെ എല്ലാം ഇങ്ങനെ ഗ്യാസിലേക്ക് പാത്രങ്ങൾ വെച്ചിട്ട് നമ്മളിങ്ങനെ തട്ടി കൊടുക്കാനേ പാടുള്ളൂ. ഉള്ളി ഉരിക്കാനോ അരിയാനോ ഒന്നും ഞാൻ രാവിലെ നിൽക്കാറില്ല. അതെല്ലാം തന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് തുടങ്ങാം. ഇതെന്താണെന്ന് അറിയത്തില്ല, ഇന്നലെ ഞാൻ കുറച്ച് മന്തി തിന്നായിരുന്നേ രാത്രി കിടക്കാൻ നേരത്ത്. അങ്ങനെയുള്ള സമയങ്ങളിൽ രാവിലെ ഇത്തിരി ദാഹം കൂടുതലാണ്. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കോഫി തന്നെ. അതിലെന്തെങ്കിലും ചേഞ്ച് വരുന്നത് ഞാൻ വണ്ണം കുറയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ദിവസങ്ങളിലാണ്. ഉലുവയും ജീരക വെള്ളമൊക്കെ കുടിക്കത്തില്ലേ, അങ്ങനെയുള്ള ടൈമിൽ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് നമ്മൾ അതാണ് ചെയ്യേണ്ടത്, വെള്ളം കുടിക്കണം. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പ്ലാൻ ചെയ്യുന്നത് പാൻ കേക്കാണ്. ഈ ഒരു തവ മേടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, അതല്ലേലും ദോശക്കല്ലിൽ ദോശയല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്യത്തില്ല. ഞാനത് ഉറപ്പിച്ച കാര്യമാണ്. ഗ്യാസിലേക്ക് വെക്കാനുള്ള പാത്രങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പിറക്കിയെടുത്ത് നിരത്തി വെച്ചിട്ടാണ് ഞാൻ ഈ കിച്ചൺ ഡോറും വിൻഡോയും ഒക്കെ തുറക്കുന്നത്. വിൻഡോ ഞാൻ അപ്പുറത്തൂടെ പോയിട്ട് നിങ്ങളെല്ലാവരും കമൻറ്റിൽ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് സേഫ്റ്റി, ഈ ഒരു വിൻഡോയിൽ കൂടെ കള്ളം കയറത്തില്ലേന്ന്. ഈ വിൻഡോയുടെ പുറകിലത്തെ നമ്മുടെ പഴയ വിൻഡോ നമ്മൾ കളഞ്ഞിട്ടില്ല. അതിൻ്റെ ആ ഒരു ഗ്രില്ല് മാത്രമേ എടുത്ത് മാറ്റിയിട്ടുള്ളൂ. അതിന് ഇപ്പോൾ എക്സ്ട്രാ 4 ലോക്കും കൂടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ രാവിലെ അപ്പുറത്ത് പോയി ഇത് സ്ലൈഡ് ചെയ്ത് തന്നെയാണ് തുറക്കുന്നത്, കുറ്റിയെടുക്കുന്നത്. പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് തുറന്ന് 2 സൈഡിലോട്ട് മാറ്റി വയ്ക്കും, കാണാത്ത രീതിയിൽ. സോ ദാറ്റ് അകത്തുനിന്ന് നമ്മൾ ഈ എടുക്കുന്ന ഫ്രെയിമിൻ്റെ ലുക്ക് പക്കയായിരിക്കും. അപ്പോൾ ഇതേ രാവിലെ ഗ്യാസ് ബർണറിലേക്ക് കയറേണ്ട 4 പാത്രങ്ങളും കയറി കഴിഞ്ഞു. പിള്ളേർക്കുള്ള പാല്, പാൻ കേക്ക് ചെയ്യാനുള്ള പാൻ, മീൻ വറുക്കാനുള്ള ചട്ടി, അത് ഇരുമ്പ് തന്നെയാണ്. ഇന്നലെ കമൻറ്റിൽ ചോദിച്ചില്ലേ, ആ ഒരു സാധനം ഞാൻ മാറ്റുന്നില്ല. മീൻ വറുക്കാനായിട്ട് ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്, അതാണ് നല്ലത്. ചിക്കൻ വറുക്കാനാണെങ്കിൽ മറ്റേ നമ്മുടെ നോൺ സ്റ്റിക്കൊക്കെ മതിയാവും. പക്ഷേ മീനിന് ഇതിൽ പൊരിക്കുമ്പോഴേ ഒരു രുചിയുള്ളൂ, എന്താണെന്നറിയത്തില്ല. എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ആ വീഡിയോയിൽ എക്സ്ക്ലൂസീവായിട്ട് ഉപയോഗിക്കുന്ന കിച്ചൺ ഐറ്റംസിൻ്റെയും അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എല്ലാ പ്രോഡക്ട്സും ടാഗ് ചെയ്തിട്ടുണ്ടാവും. പെട്ടെന്ന് നിങ്ങളെ ഇപ്പോൾ നമുക്കൊരു 700 സംതിങ് വീഡിയോ ആയി, പെട്ടെന്ന് വന്നിട്ട് ഈ സാധനത്തിൻ്റെ ലിങ്ക് തരുമെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇരുന്ന് ചിന്തിക്കണം, ഞാൻ ഏത് വീഡിയോയിലാണ് ഈ ഒരു തവ കാണിച്ചത്, ഏത് വീഡിയോയിലാണ് ഈ ഒരു പാൻ യൂസ് ചെയ്തതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കാർട്ടിലങ്ങ് അല്ലെങ്കിൽ വിഷ് ലിസ്റ്റിലങ്ങ് ഇട്ട് വെക്കണം കേട്ടോ. എനിക്കത് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് ഊഹിക്കാം. അത്രയും വീഡിയോയ്ക്കകത്ത് എനിക്കത് ഓർമ്മ നിൽക്കത്ത് കൂടിയില്ല. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഡ്രസ്സസ് ഞാൻ ടാഗ് ചെയ്യുന്നതൊക്കെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് റീടാഗ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നീട് ഇത് സ്റ്റോക്കിൽ വന്നാലും ഞാനങ്ങ് വിട്ടുപോകും. അത് ആ വീഡിയോയിൽ പോയി എനിക്കങ്ങനെ നോട്ടിഫിക്കേഷൻ ഒന്നും വരത്തില്ല, ടാഗ് ചെയ്ത പ്രോഡക്റ്റ് അവിടെ ഇപ്പോൾ ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പിന്നെയും പോയി അത് തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. കുറച്ചുകൂടെ എനിക്കും നിങ്ങൾക്കും എളുപ്പമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ അഫിലിയേറ്റ് ലിങ്ക് വഴി പോയിട്ട് ഒന്ന് വിഷ് ലിസ്റ്റിലോ അല്ലെങ്കിൽ കാർട്ടിലോ ഇട്ട് വെച്ചേക്കാം കേട്ടോ. വറുക്കാനുള്ള മീനും പാനിലേക്കായി. പിന്നെ കുറച്ച് ബീട്രൂട്ട് ഞാൻ ഇന്നലെ തന്നെ ഗ്രേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും എല്ലാം റെഡിയായിട്ട് കുഞ്ഞു ഡബ്ബകളിലാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാരം ബോർഡ് കളിക്കുന്നിടത്ത് നിന്ന് നിലൂനെ നൈസായിട്ടെല്ലാം വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ നിലവിളിയാണ് അപ്പുറത്തെ ഭാഗത്തു നിന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറന്നുള്ള കുക്കിംഗ് ഒക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മുന്നേ സാധനങ്ങൾ വേഗം അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ഇത്തിരി ടൈം ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് വേറെ എന്തിനെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് അങ്ങ് കരിയും. നമ്മളിത് ഫ്ലെയിം ഇങ്ങനെ വളരെ സിമ്മായിട്ട് വെച്ചാലും നല്ല തീയുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു കുക്കിംഗ് സെഷൻ, സാധാരണ ഞാനൊരു വീഡിയോ എടുക്കുമ്പോൾ രാവിലത്തെ ഈ ഒരു കുക്കിംഗ് ഐറ്റം മാത്രമായിട്ട് എനിക്കൊരു 40-45 മിനിറ്റ്സ് ഒക്കെ വരും. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത് ആകെ 29 മിനിറ്റ്സേ ഉള്ളൂ ഈ ഒരു ടോട്ടൽ വീഡിയോ. എല്ലാം ടപ്പയെന്ന് പെട്ടെന്ന് അങ്ങ് നടന്നു. അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നല്ല ഫ്ലെയിം ഉള്ളതും, രണ്ടാമത്തേത് തലേന്ന് ഇതുപോലെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. എൻ്റെ ഉറക്കമാണ് ഇപ്പം എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത്.
അത് കുറച്ച് നേരം കൂടെ ഒരു 5 മിനിറ്റും കൂടെ നീട്ടിക്കിട്ടുന്ന എന്തെങ്കിലും രാത്രി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. പാൻ കേക്ക് ഞാനിപ്പോൾ രാവിലെ 5 എണ്ണ ഉണ്ടാക്കുന്നുള്ളൂ. എനിക്ക് 2, കുക്കുവിന് 2, നിലുവിന് 1. അമ്മ ഇത് കഴിക്കത്തില്ല, തൊട്ടുപോലും നോക്കത്തില്ല. ദോശ പോലത്തെ ഇല്ല സാധനം ഉണ്ടാക്കി അമ്മച്ചി എന്നായിരിക്കും ലില്ലിയമ്മച്ചി എടുത്ത് പോയി പറയാൻ പോകുന്നത്. അമ്മ വേണമെങ്കിൽ ചോറൊക്കെ എടുത്ത് കഴിച്ചോളും, എന്തായാലും എല്ലാം ആയിരിക്കുമല്ലേ ഇവിടെ. ഞാൻ കഴിഞ്ഞ ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ 2 നല്ല നീളമുള്ള വാള കിട്ടിയിരുന്നു. വാള ഫ്രൈ ചെയ്തത് അലനും കുക്കുവിനും ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ കറിയിലിട്ടാൽ പോലും അത്രയും ഇഷ്ടത്തോടെ കഴിക്കത്തില്ല. അപ്പോൾ ആ ഫുൾ സെറ്റ് ഞാനങ്ങ് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഡബ്ബയിലും അതിരിക്കത്തില്ല, ഈ വലിയൊരു ഡബ്ബ തന്നെ വേണ്ടി വരും. ഡെയിലി ഇതുപോലെ 2 എണ്ണോ 3 എണ്ണോ ഒക്കെ എടുത്ത് ഞാൻ ഉച്ചയ്ക്ക് വറുത്ത് കൊടുക്കും. ഞാനിന്ന് എണീറ്റത് അത്ര രാവിലെയൊന്നുമല്ല, ഒരു 6:30 ഒക്കെ ആയപ്പോൾ ഞാൻ എണീറ്റു. ആലൻ യൂഷ്വലി 6 o'clock അല്ലെങ്കിൽ 5:45 ഇറങ്ങുന്നതാണ്. ഇന്നാൾ ഇത്തിരി ലേറ്റായിപ്പോയി. മുൻപാണെങ്കിൽ നമുക്ക് 3 ബർണർ മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഒരു 8:15 8:20 ആവും എൻ്റെ പണി കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആവാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഞാനൊരു 7:45 8 ഇതിനിടയ്ക്ക് എൻ്റെ എല്ലാ പരിപാടികളും കഴിയും. ഈവൻ കിച്ചൺ ക്ലീനിങ് വരെ കഴിയും. ആ യെല്ലോ റൗണ്ട് ബോക്സിലിരിക്കുന്നത് ഞാൻ ഇന്നലെ കുറച്ച് കുക്കുംബറും തക്കാളിയും 2 കാന്താരി മുളകും ഒക്കെ ഇട്ട് ഇത്തിരി ഒഴിച്ചു കൂട്ടാൻ ഉണ്ടാക്കി വെച്ചിരുന്നു. മോരുകറി പോലെ കുറച്ച് തൈരും തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മീൻകറിയാണ് ഇന്ന് വെച്ചതേ. അപ്പോൾ അത് ഞാൻ ഇന്നലെ രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. അതിപ്പോൾ ഞാനെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് വരുമ്പോൾ അവനിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. രാത്രി നല്ല ലേറ്റായിട്ടല്ലേ വെച്ചത്, ഇപ്പം നല്ല രീതിക്ക് അത് തണുത്ത് ഉരുപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് സ്റ്റാൻഡ് ടീ കോഫി ഷുഗർ അപ്പുറത്ത് ഗ്യാസിൻ്റെ അടുത്തേക്ക് ആക്കുന്ന കാര്യം 2-3 പേര് കമൻറ്റിൽ പറഞ്ഞിരുന്നു. ഞാൻ മിക്കപ്പോഴും ബ്ലാക്ക് കോഫി ആയാലും അല്ലാണ്ടുള്ള കോഫി ആണെങ്കിലും ഇൻസ്റ്റൻറ്റ് കോഫി ആണെങ്കിലും ഒക്കെ ഞാൻ കെറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ കെറ്റിലിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് എനിക്ക് ഈ ഷുഗർ ബോട്ടിലും കോഫിയുടെ ടിന്നും ഒക്കെ വേണം. ഗ്യാസിൻ്റെ അടുത്തേക്ക് നമ്മൾ ആ ഒരു സാധനം കൊണ്ടുപോകുന്നത് ആകെ വൈകുന്നേരത്തെ ചായ ഇടാനാണ്. പിന്നെ രാവിലെ പിള്ളേർക്ക് പാല് കാച്ചുമ്പോൾ പഞ്ചസാര ഇടാനായിട്ട് ഇവിടെ വന്ന് പഞ്ചസാര എടുത്ത് അവിടെ കൊണ്ടിടണം. ആ ഒരൊറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് അപ്പുറത്തോട്ടാക്കി കഴിഞ്ഞാൽ കെറ്റിലിൽ വെള്ളം തിളയ്ക്കുമ്പോൾ ഞാൻ അപ്പുറത്തോട്ട് നടന്നിട്ട് അതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. കെറ്റിൽ, അവൻ ആൻഡ് ഈ ഒരു ബ്ലാക്ക് സ്റ്റാൻഡ് ഇതെനിക്കൊരു കോഫി സ്റ്റേഷൻ പോലെയാണ്. ചില സമയത്ത് കോഫി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തിട്ട് അതങ്ങ് മറന്നുപോയാൽ തണുക്കത്തില്ലേ. അപ്പോൾ അവിടെ നിന്ന് തന്നെ എടുത്ത് എനിക്ക് അവനിൽ വെച്ച് ചൂടാക്കാം. ദേ ചോറ് രാവിലെ ആയപ്പോഴും ഈ പരുവത്തിന് ഇരിപ്പുണ്ട്. ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, രാവിലെ ഒന്നും കൂടെ എടുത്ത് ചൂടാക്കാമെന്നോ അങ്ങനെ കണ്ട് ഒട്ടി പിടിക്കത്തില്ലാന്ന്. ഇതല്ലാണ്ട് തന്നെ ഒട്ടി പിടിക്കുന്നില്ല. ഞാൻ രാവിലെ ചൂടാക്കാതെ തന്നെ അത് ഒട്ടി പിടിക്കുന്നില്ല. അരിയുടെ ആണോന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ ഒരു ഷോർട്സ് വീഡിയോയിൽ ഞാനിത് മറ്റേ ഊട്ടപാത്രത്തിൽ വെച്ചാണ് ഊറ്റിയത്. ഇപ്പോൾ ഇത് ഇനി ഞാനിങ്ങനെ ക്ലിപ്പിട്ട് ഊറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ചെറിയ അലൂമിനിയം കലത്തിനേക്കാളും ഇത് വലുതായതുകൊണ്ട് ആ ഒരു ബ്ലൂ റാക്ക് ഇത്തിരി ഇങ്ങോട്ട് നീക്കണം, കല അവിടെ അങ്ങനെ ഇരിക്കാനായിട്ട്. ഇനി ഞാൻ മേലെ പോയി കോഫിയൊക്കെ കുടിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് അത് നിവർത്തി കഴിഞ്ഞാൽ കുക്കുവിന് ചോറങ്ങിടാം. അതായത് ഈ ഗ്യാസിൻ്റെ അടുത്തുള്ള 4 ബർണറും കത്തിച്ച് നമ്മൾ 4 സാധനങ്ങൾ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് കാപ്പി കുടിച്ചിട്ട് തിരിച്ച് വന്ന് ചോറിടാം. അതൊരു വലിയ ബെനിഫിറ്റാണ് കേട്ടോ. സാധാരണ ഈ കുക്കറിൽ വെക്കുമ്പോൾ നമുക്ക് ഒരു ബർണർ അതിന് തന്നെ രാവിലെ പോവും. അത് വെന്ത് കഴിഞ്ഞ് അത് പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ കുക്കർ തുറക്കാൻ പറ്റത്തുള്ളൂ. തുറന്ന് ഊറ്റിയിട്ട് വേണം പിന്നെ ചോറിടാനായിട്ട്. എളുപ്പമാണ്. ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു. കുറച്ചും കൂടെ മുന്നേ ഞാൻ തെർമൽ കുക്കർ മേടിക്കേണ്ടതായിരുന്നു. അപ്പം ഞാൻ നേരത്തെ തള്ളി മറിച്ച് എൻ്റെ കോഫി സ്റ്റേഷനിൽ വന്ന് കോഫി ഉണ്ടാക്കാം. നിലുവിൻ്റെ ബോട്ടിലും സ്റ്റെറിലൈസ് ചെയ്തു. എനിക്കുള്ളൊരു കപ്പ് കാപ്പി കിട്ടും. ഇനി കുറച്ച് നേരം ടെറസിൽ പോയി തിരയെ എണ്ണി കോഫിയും കുടിച്ചിരിക്കാം. തിരിച്ചിറങ്ങുമ്പോഴേക്ക് കുക്കുവിനെ ഉണർത്തി താഴെ വരണം. അവനെ പല്ലിയേൽപ്പിക്കാനൊക്കെ നിർത്തിയിട്ട് വേണം അവൻ്റെ ലഞ്ചൊക്കെ പാക്ക് ചെയ്യാനായിട്ട്. കോഫി തിളച്ച പാടെ ഇരിക്കുകയാണ്. ഇപ്പം തന്നെ എടുത്ത് കുടിക്കാൻ പറ്റത്തില്ലല്ലോ. അതൊന്ന് കുടിക്കബിൾ ആവുന്നത് വരെ നമുക്കിവിടുത്തെ ചെറിയ ക്ലീനിങ് അങ്ങ് നടത്താം. പുറകിൽ കുറച്ച് കച്ചറ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അല്ലെങ്കിലും പണ്ടേ അതങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഒഴിവാക്കണമെന്ന് കരുതി നമ്മളിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ആക്രി സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നവർ, അത് നമുക്ക് ക്യാഷിന് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, വണ്ടിയൊക്കെ കൊണ്ടുവരുന്നവർ, കൈവണ്ടിയൊക്കെ ആയിട്ട് ഇവിടെ ഒരു ചേട്ടനൊക്കെ വരും. അവരൊന്നും പിന്നെ ഈ വഴി വന്നില്ല. അപ്പോൾ ഇനി കടൽ ഓഫ് ദ ഡേ.
ഇങ്ങ് എത്താറാവുമ്പോൾ കടലിങ്ങനെയാവും, ഭയങ്കരമായിട്ട് ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് കിടക്കും. അപ്പം നമുക്കിനി കുക്കു സാറിൻ്റെ ലഞ്ച് എടുത്ത് വെക്കാം. കുക്കറിൽ വെക്കുമ്പോൾ ചോറ് ഇതുപോലെ കുഴഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ എക്സ്ട്രാ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ടായിരുന്നു ഊറ്റിയെടുക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് നല്ല മണി പോലത്തെ ചോറ് കിട്ടിയിട്ടുണ്ട്. അവന് ഇത്തിരി എരിവൊക്കെ ഇഷ്ടമായതുകൊണ്ട് മുളക് കറിയുടെ ഒരു ഇത്തിരി ചാറ് ഞാൻ നടുക്കൊരു കുഴി ഉണ്ടാക്കി അവിടെ ഒഴിച്ചിട്ടുണ്ട്. വാളമീൻ പൊരിച്ചതും 2 കാടമുട്ട പുഴുങ്ങിയതും ബീട്രൂട്ട് തോരനും ഒക്കെ ആയിട്ട് ലഞ്ച് ബോക്സ് അങ്ങ് പാക്ക് ചെയ്തു. മോര് കറി ഞാൻ സെപ്പറേറ്റ് ഈ ഒരു ചെറിയ ഡബ്ബയിലങ്ങ് എടുത്തു. ഇപ്പോൾ നിലുവിൻ്റെ പഴയ സ്നാക്സ് ബോക്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിലു അംഗൻവാടിയിൽ പോകുന്നുണ്ടെന്ന്. അവൻ അംഗൻവാടിയിൽ വെച്ചേ പഠിപ്പ് നിർത്തി. ഇനിയിപ്പോൾ ക്രിസ്മസ് വെക്കേഷന് ഞാൻ നാഞ്ഞ് പരിശ്രമിച്ചിട്ട് വേണം അവനെ തിരിച്ച് അംഗൻവാടിയിൽ എത്തിക്കാൻ. ഇതിപ്പോൾ കുക്കുവിന് ഞാൻ 2ആയിട്ടാണ് സ്നാക്സ് എടുക്കുന്നത്. കാരണം ഉണ്ടല്ലോ, ഞാൻ 3 മണിക്ക് വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ ഇവൻ ഒരു അരമണിക്കൂർ വിട്ട് എന്നെ വന്ന് തോണ്ടാൻ തുടങ്ങും. 2:30 ഇവർക്ക് സ്കൂളിൽ സ്നാക്സ് കൊടുക്കുന്നതേ. എന്നിട്ട് ഞാൻ ഉറങ്ങുന്നതിന് വന്ന് എന്നെ തോണ്ടിയിട്ട് പാലുണ്ടാക്കുക, പാലും ബിസ്ക്കറ്റും എന്താ എനിക്ക് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. അപ്പോൾ ഇത് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് അവന് 2:30 സ്കൂളിലെ സ്നാക്ക് ടൈമിന് കഴിക്കാം. തിരിച്ചു വന്ന് ഞാൻ ഉറങ്ങുന്ന സമയത്തിന് അവനിഷ്ടമുള്ള അടുത്ത സ്നാക്സ് ബോക്സ് എടുത്ത് കഴിക്കാം. നിങ്ങളിപ്പോൾ ആലോചിക്കുക എൻ്റെ ഉറക്കത്തെപ്പറ്റി ഞാൻ എന്തിനാ ഇത്ര കൺസേൺഡ് ആവുന്നതെന്ന്. അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കിന്നൊക്കെ ഉണ്ടല്ലോ ഒരു പരുവത്തിലെങ്ങാവും. ഞാൻ ആകെ ഉറങ്ങുന്നത് ഇതിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ രാവിലെയും കിടന്നുറങ്ങുന്നു, ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഉറങ്ങുന്നു. 24 hours ഞാൻ എങ്ങനെയൊക്കെ കണക്ക് കൂട്ടി നോക്കിയിട്ടും എനിക്കിപ്പോൾ കറക്റ്റ് ഒരു 8 മണിക്കൂറേ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. വീക്കെൻഡ്സ് ആണെങ്കിൽ ഞാൻ ഉച്ചയ്ക്കും കൂടെ കിടന്നുറങ്ങും, അത് വേറെ കാര്യം. എന്നാലും ഇത് മൊത്തം എനിക്ക് കോമ്പൻസേറ്റായി കിട്ടുന്നില്ല. നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ. എനിക്ക് 9 to 3:30 ഒരു ജോലിയുണ്ട്. ആ ജോലിക്ക് പോകുന്നതിന് മുമ്പേ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പിള്ളേരുടെ ലഞ്ചും ഇതൊക്കെ ആക്കുന്നുണ്ട്. 5:30 ഇവിടെ വേറൊരാൾ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നത്. തിരിച്ച് 3 അല്ലെങ്കിൽ 3:30 ഞാൻ വീട്ടിലെത്തും. എത്തിക്കഴിഞ്ഞാൽ 2 മണിക്കൂറൊക്കെ എങ്ങനെയും ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റിട്ട് വേണം എനിക്ക് പിറ്റേന്നത്തുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്യാൻ. അത് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയം കുറച്ചുകൂടെ കൂടും. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ പടപടയെന്നങ്ങ് ചെയ്യാൻ പറ്റില്ല. ആംഗിളും കാര്യങ്ങളും ഒക്കെ നോക്കി അത് കുറച്ച് നേരം കൂടും. ഇനി ഇതിൻ്റെയൊക്കെ എഡിറ്റിങ്, പിള്ളേർക്ക് ഡിന്നറൊക്കെ കൊടുത്തിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ സ്കൂളിൽ ലഞ്ച് ബ്രേക്കിനോ ഈ നമ്മൾ വൈകുന്നേരം ഇറങ്ങാൻ നേരത്തോ അങ്ങനെയൊക്കെ കുറച്ച് എന്നാലും ഒരു വീഡിയോ ഒന്നും ഫുള്ളായിട്ട് എനിക്ക് ഡേ ടൈമിൽ എഡിറ്റ് ചെയ്ത് തീരത്തില്ല. വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ പ്രത്യേകിച്ചും. പിന്നെ ഈ വൈകിട്ടത്തെ എൻ്റെ പ്രിപ്പറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ടൈമിലാണ് ചിലപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് കുക്കുവിനെ പഠിപ്പിക്കാനും കാണും. അവൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഇരുന്ന് എഡിറ്റ് ചെയ്യും. അവൻ്റെ പഠിത്തം കഴിഞ്ഞാലും എൻ്റെ എഡിറ്റിങ് തീരത്തില്ല, ലോങ് വീഡിയോസൊക്കെ ആണെങ്കിൽ. പിന്നെ പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് 3 എണ്ണത്തിൻ്റെയും മേലെ ഉറങ്ങാൻ വിട്ടിട്ടായിരിക്കും താഴത്ത് ഞാനിരുന്ന് എഡിറ്റ് ചെയ്യുകയും വോയിസ് ഓവർ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒരു മൈക്ക് പോലും മേടിക്കാത്തത്. കാരണം മിക്കപ്പോഴും ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ വീട്ടിൽ ഉണർന്നിരിക്കുന്ന ആകെ ഒരു വ്യക്തി ഞാനായിരിക്കും. ഇപ്പോൾ എൻ്റെ വോയിസ് നല്ല ക്ലിയറായിട്ട് കേൾക്കുന്നതിൻ്റെ പിന്നിലൊരു ഗുഡൻസ് ഉണ്ട്. ഞാനുണ്ടല്ലോ പിള്ളേരുടെ കബോർഡ് തുറന്നിട്ടിട്ട് അതിൻ്റെ 2ാമത്തെ തട്ടിലോട്ട് എൻ്റെ ഫോണും എൻ്റെ തലയും കൂടെ കുറച്ചൊന്ന് ചായച്ച് വെച്ചിട്ടാണ് ഈ സൗണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാറിലാണ് ഞാൻ ഇരുന്ന് ചെയ്യുന്നത്, പക്ഷേ കാറിൻ്റെ ചാവി കാണുന്നില്ല. ഇതിപ്പോൾ തീർത്തല്ലേ പറ്റത്തുള്ളൂ. ഞാൻ വാക്ക് പറഞ്ഞു പോയില്ല ഇന്ന് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതേ പാൻ കേക്ക്, കുറച്ച് അനാർ, എനിക്കും ഇപ്പോൾ അങ്ങനെ വരുന്നുള്ളൂ. പൊമഗ്രാനറ്റിനില്ലേ മാതളത്തിന്, കുക്കു പഠിച്ച് ഹിന്ദി പഠിക്കുമ്പോൾ അനാറാണ് ആദ്യം പെട്ടെന്ന് പഠിച്ചത്. അതുകൊണ്ട് അവൻ അനാറെന്നേ പറയത്തുള്ളൂ. ഇപ്പോൾ പറഞ്ഞ് ഞാനും അങ്ങനെ പറയും. 2 പാൻ കേക്ക് വീതം വെച്ച് അതിന് മീതെ അനാറ് വെച്ച് കുറച്ച് ഹണിയൊക്കെ ഒഴിച്ച് ഞങ്ങൾ 2 പേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് ഞാൻ സ്കൂളിലേക്ക് റെഡിയായി. സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ ഞാനിങ്ങനെ മോയ്സ്ചറൈസറൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ, സൺസ്ക്രീൻ മാത്രമേ ഇടത്തുള്ളൂ. അമ്മ എത്തിയിട്ടുണ്ട്, ഞാൻ ഒരാളെയും കൂടെ പരിചയപ്പെടുത്തി തരാം. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഇവിടെ പച്ചക്കറി വിൽക്കുന്ന നാസറിക്കയാണ് ഇത്. പക്ഷേ പുള്ളി വരുന്നത് ഈ ഒരു ടൈമിലാണ്, അതുകൊണ്ട് എനിക്ക് മേടിക്കാൻ പറ്റത്തില്ല. മമ്മിയും ഡാഡിയൊക്കെ ഞങ്ങളുടെ ഒപ്പം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ മമ്മി എല്ലാ സാറ്റർഡേയ്സും പുള്ളിയുടെ എന്ന വെജിറ്റബിൾസ് മേടിച്ചുകൊണ്ടിരുന്നത്. അതിടയ്ക്ക് പറയുകയും ചെയ്യും. അപ്പോൾ എന്നാൽ ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങട്ടെ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.